യൂട്യൂബ് ചാനൽ. അപ്പോൾ നിങ്ങൾ ഓർക്കുക എൻ്റെ എല്ലാ ഇൻട്രോയും എൻ്റെ ഫ്രണ്ട് എന്നുകൊണ്ടാണ്, ബിക്കോസ് ഞാൻ ചാർജ് ചെയ്തിട്ടേക്കാണ് ഫോൺ. അപ്പം ഇന്ന് ഓണത്തിൻ്റെ തലേ ദിവസം, എനിക്ക് തലേ ദിവസം പിറ്റേ ദിവസം തമ്മിലേക്ക് മറക്കും. ഓക്കെ, ഇന്ന് തലേ ദിവസം. അപ്പം ഇന്ന് നമുക്കൊരു കുഞ്ഞ് ഓണം സെലിബ്രേഷൻ ഉണ്ട്. അത് വേറെ എവിടെയുമല്ല, എൻ്റെ അമ്മ വീട്ടിൽ തന്നെ നടക്കുന്നത്. അപ്പോൾ വളരെ കുഞ്ഞ് ഭയങ്കര കുഞ്ഞ് പരിപാടിയായിരിക്കും. അപ്പം അവിടെ പോകണം. ഇപ്പോൾ സമയം 8 മണി ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ എനിക്ക് ചെറുക്കടവ്, എൻ്റെ വ്ളോഗ്സൊക്കെ കണ്ടിട്ടുള്ളവർക്കറിയാം, തുടക്കത്തിൽ കുടുംബക്ഷേത്രമുണ്ട് ചെറുക്കടവിൽ. അപ്പം അവിടെ പോകണം. അവിടെ നിന്ന് പൂജ ദിവസം. അപ്പോൾ നമ്മളവിടെ പോകണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഒരുങ്ങിയൊക്കെ നിൽക്കുന്നത്. അപ്പം ഒരുങ്ങി ഇനി നമുക്ക് പോകണം. ഇപ്പോൾ വണ്ടി വരും. അപ്പോൾ ഇന്ന് അതും പിന്നെ ഓണത്തിൻ്റെ അവിടുത്തെ പരിപാടികളും എല്ലാം കൂടെ കാണിച്ച് ഒരു കുഞ്ഞു വ്ളോഗായിരിക്കും. സോ ഇനി അപ്പം കാണാം. ഇനി അവിടെ ചെന്നിട്ടാണ്, കുടുംബക്ഷേത്രത്തിൽ ചെന്നിട്ടാണ്. സോ ഗൈസ്, നമ്മൾ ഇവിടെ എത്തി. അവരവിടെ ഭയങ്കര വർത്താനമൊക്കെയാണ്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എൻ്റെ വ്ളോഗ് കണ്ടവർക്ക് അറിയാം ഈ സ്ഥലമെല്ലാം, നമ്മുടെ ജാതി തൊട്ട്. അപ്പോൾ ഇവിടെ പൂജ നടക്കുന്നു. ഞാൻ അതിൻ്റെ ചെറിയ എന്തെങ്കിലും ബിറ്റ് കാണിക്കാം. അത് കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഉടനെ തന്നെ ഇറങ്ങും. നമുക്ക് അവിടെ ചെല്ലണം. അവിടെ 10 മണിക്ക് സ്റ്റാർട്ട് ചെയ്യും. ഇപ്പോൾ 9:45. ഏതായാലും നമ്മൾ ആ സമയത്ത് ചെല്ലത്തില്ല, എങ്കിലും പറ്റുന്നത്രയും പെട്ടെന്ന് നമുക്ക് ചെല്ലണം. ഞാൻ ഈ വെയിലുള്ളിടം തന്നെ നോക്കി വീഡിയോ എടുക്കണം. അപ്പം എന്നെ കാണാൻ നല്ല ഭംഗി. വെയിലത്തുനിന്ന് മാറിയ ഓക്കെ. ഇനി അപ്പം പൂജയുടെ ഇതാകുമ്പോൾ കാണിക്കാം. അമ്മയുടെ ചെടി കളക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ വരുമ്പോൾ സ്ഥിരമുള്ള, ഇവിടെ വെറൈറ്റി ഓഫ് ചെടികൾ ഇഷ്ടം പോലെ ഉണ്ട്. ഇവിടെ നോക്കൂ, സ്ഥിരം പരിപാടി. കഴിഞ്ഞ പ്രാവശ്യം കൊണ്ടുപോയി പിടിച്ചില്ലെന്നും പറഞ്ഞ് ഇപ്പോൾ വീണ്ടും പിടിച്ചുകൊണ്ട് പോകും. ഗൈസ്, നമ്മൾ ഭയങ്കര ലേറ്റായി. പരിപാടി തീരാറായെന്ന് എനിക്ക് തോന്നുന്നു. നടന്നോളൂ, ദൂരമുള്ളൂ എൻ്റെ മുകളിലേക്ക്. എന്തോ വിസിലടിയും ബഹളങ്ങളും ഒക്കെ കേൾക്കുന്നുണ്ട്. പോയി നോക്കാം. ചിലപ്പോൾ ഞാൻ ചമ്മ ആവേശകരമായ സുന്ദരിക്ക് പൊട്ടുതൊടലാണ് നടക്കുന്നത്.
ഏറ്റവും വാശിയേറിയ സുന്ദരിക്കുന്ന മത്സരമാണ് അടുത്തായിട്ട് നടക്കുന്നത്. സുന്ദരിക്ക് പൊട്ടുമുടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നു. മത്സരിക്കാനുള്ള കുട്ടികൾ കൺട്രോൾ ചെയ്ത ക്രൗഡ് ടെമ്പററി വെച്ച് ഫില്ല് ചെയ്ത് ഫ്ലാഗ് ഉണ്ട്. പാലാപ്പള്ളി തീരപ്പള്ളി തിരുമേനി എഴുന്നള്ളും സമയമായി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി ഒരുങ്ങി ഹൃദയങ്ങളണിഞ്ഞൊരുങ്ങി തിരുവോണപ്പുലരിതൻ തിരുമുൽ കാഴ്ച വാങ്ങാൻ തിരുമുറ്റമണിഞ്ഞൊരുങ്ങി. ഇനി വലിയ ആൾക്കാരുടെ സുന്ദരിക്ക് പൊട്ടോടലാണ്. ജോസിയേട്ടൻ കറങ്ങി വലിയവരുടെ സുന്ദരിക്ക് പൊട്ടുകളിൽ നിന്ന് പരിപാടിയാണ് ഇവിടെ നടക്കുന്നത്. എല്ലാരും കൈ ശോഭനയെ മനസ്സിൽ ധ്യാനിച്ച് മണിയൻ ജോബിയെ 4 വട്ടം കറക്കാനും കറക്റ്റായിട്ട് കുത്തും എന്നുള്ള ദൃഢപ്രതിജ്ഞയിലാണ്. അന്ന് ഇപ്പൊക്കെ കണ്ടില്ല. അയ്യോ ഏത് കടലിൽ അക്കരെ പോയി കൊണ്ട് വിട്ടാലും മണിയും കറക്റ്റ് കുത്തിയിരിക്കും. കമ്മണിയാണ് മേടിച്ചു. എന്റെ മാമനാണ് ഗൈസ് അടുത്തത് മൂക്കുത്താൻ വന്നത്, സുന്ദരിക്ക് പൊട്ടാൻ വന്നത് ബിന്നി മാമൻ. അതൊരു നീല പടുതാൻ മേടിച്ച് കെട്ടിക്കോ, ഭിന്നിച്ചനാ. ബിന്നി മാമനാണ്. കുഞ്ഞുണ്ണി കായംകുളം കുഞ്ഞുണ്ണിയാ നീ. അടുത്തതിന് റെഡി ആയിട്ട് നിൽക്കുന്നത് ഇറങ്ങി പോകാൻ നോക്കണേ. ഓവർ കോൺഫിഡൻസ്. ഇത് കറക്കുന്നേ ഇറങ്ങി പോകത്തുള്ളൂ, ഭിന്നിച്ചൻ കറക്കത്തില്ല. 18 അളവ് ഞാൻ പറഞ്ഞ തെറ്റില്ല. കെട്ട് ഒരിക്കലും വൈസാന്റെ കെട്ടല്ലേ മോശം വരുമോ? കൈ പിടിച്ച് കൊണ്ടുവന്നത് കല്യാണ മണ്ഡപത്തിലെ കല്ലടാനി. അവൻ 1 2 ഇറങ്ങിക്കോ. എല്ലാരും കൈ അടിച്ച് പ്രോത്സാഹിപ്പിച്ചേ. അച്ചു അർജുൻ എത്രയും പെട്ടെന്ന് ഈ കോമ്പൗണ്ട് റിപ്പോർട്ട് ചെയ്യുന്നതാണ്. അടുത്ത മാമൻ ഓൺ ദ സ്റ്റേജ് ബിജു മാമൻ. അച്ഛന്റെ പേര് കളയല്ലോ മക്കളെ. നമ്മളെ പറഞ്ഞിട്ട് നമുക്ക് തന്നെ ഇത് കയ്യില് എല്ലാം വെച്ചിട്ട് കുത്താണ്. കുഞ്ഞു എത്തിയോ?
കണ്ണാടിയൊക്കെ ഊരുക. അച്ഛനാണ് ഗൈസ് അടുത്തത്. ഈ കണ്ണാടി ഇങ്ങനെ വെച്ചേക്കുന്നു. ഇതാണോ? അമ്മ ഓൺ ദ ഫ്ലോർ. പോട്ടെ എല്ലാവരും കയ്യെടുത്തേ, എല്ലാവരും കയ്യെടുത്തേ. പേന പേന പേന. ഐശ്വര്യ എപ്പോഴും മിന്നിന് കൂടുതലാ എന്റെ തൊട്ട് പോകണ്ട അവിടെ കൂടെ തന്നെ കണ്ണ് ടൈറ്റായിട്ട് കണ്ണ വഹിച്ചതാ. ഇതെന്നാ ഡാൻസോ? അടുത്തായിട്ട് ഗൗതമി. അളവ് കറക്റ്റായിരുന്നു സൈഡ് ഗ്രൂപ്പിലെ എല്ലാ അംഗങ്ങളും ഓരോരുത്തരും ഇവിടുത്തെ എല്ലാ ആൾക്കാരോടും ബെന്നിച്ചാറായാലും സ്വാമിയായാലും അമ്മയായാലും ബീന ചേച്ചി ആയാലും ബൈച്ചാറായാലും എല്ലാവരും വളരെയേറെ കടപ്പെട്ടിരിക്കുന്നു. നന്ദി. നിങ്ങൾ നമ്മുടെ ഗ്രൂപ്പ് സോങ് ആണ് ഗൈസ്. നിങ്ങൾ എന്നോട് പാടിയോ? ഇവിടെ കുടുംബകാല വെപ്പ് ഉണ്ടാകും ഗൈസ്. എന്നാ നിന്നെ കാണ്. 1 2 3 4 നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. ചെന്തേങ്ങാൽ നിറമില്ലേനും ചെന്താമര കണ്ണില്ലേനും മുല്ലമുട്ടിൻ പല്ലില്ലേലും മുട്ടിറങ്ങി മൂടിയില്ലേലും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ വരുന്നവർക്ക് പൊന്നും വേണം പാടാകും വേണം. ദൂരെ നിന്നും മാണൊരുത്തൻ നിന്നെ കെട്ടാൻ വരും ഇവിടെ. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. നിന്നെ കാണാൻ എന്നെക്കാളും ചന്തം തോന്നും കുഞ്ഞിപ്പെണ്ണെ എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. എന്നിട്ടെന്തേ നിന്നെ കെട്ടാൻ ഇന്നുവരെ വന്നില്ലാരും. താങ്ക് യു. മഞ്ഞളിയും മാമലയിൽ പ്രാർത്ഥിച്ച് സുമഹേശ്വരി വാതിൽ തുറക്കുന്നി. അഭിഷേകം കഴിഞ്ഞു നളിനതിലോ
അയ്യപ്പന്റെ കമനീയ വിഗ്രഹം തെളിഞ്ഞു. അമ്പാടി. നമ്മളിതിലില്ല ഗൈസ്, കണ്ടാൽ മാത്രം മതി. അതായത് സമ്മാനം നൽകുന്നതിന് വേണ്ടി അമ്മേഷൻ ഗൗരവാണോ? ഗൗരവാണോ? അമ്മൂമ്മ ഉണ്ട് സ്റ്റേജ്. കുഞ്ഞുകുട്ടികൾ ഫസ്റ്റ് പ്രൈസ് ശ്രീദേവ്. സെക്കൻഡ് പ്രൈസ് അബ്ദുൾ അച്ചു. ആര്യൻ. സെക്കൻഡ് പ്രൈസ് അർജുൻ. പച്ച. തേർഡ് പ്രൈസ് അമ്പാടി. തേർഡ് പ്രൈസ് അച്ചു. അതപ്പോ മൂന്നാമത്തെ നമ്മുടെ സുനിൽകുമാർ അപ്പൂസ്. നമുക്ക് പ്രോത്സാഹന സമ്മാനം വാങ്ങിക്കാം ഗൈസ്. എനിക്കില്ല സമ്മാനം, എനിക്കും കിട്ടി ഗൈസ്. ഒന്നിലും പങ്കെടുക്കാതെ ഒരു സമ്മാനമായിട്ട് വരുന്നുണ്ട്. ഒരു നാണില്ലാതെ ഈ സമ്മാനം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇത് അടുത്തത് ഇല്ല, എന്റെ വീഡിയോയാ. അമ്മൂമ്മയ്ക്കും കിട്ടിയിരിക്കുകയാണ് ഗൈസ്. 3 ജനറേഷൻ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. 1, 2. ഞങ്ങൾ കുറച്ച് ലേറ്റ് ആയി ഗൈസ്, അതുകൊണ്ട് നല്ല നല്ല മത്സരങ്ങളൊക്കെ മിസ് ചെയ്തു. എങ്കിലും നാളെല്ലാം ഞങ്ങൾ ഈ സമ്മാനവും മേടിച്ചു. സുന്ദരിക്കപ്പെട്ടവരിൽ ഞങ്ങൾ പങ്കെടുത്തു. പക്ഷെ നാരങ്ങ സ്പൂൺ ഉണ്ടായിരുന്നു, മുട്ടായി പറക്കുണ്ടായിരുന്നു. ഇതെല്ലാം മിസ് ചെയ്തു ഗൈസ്. പ്രിയ സഹോദരങ്ങളെ, കുഞ്ഞുമക്കളെ, നമ്മുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടികളുടെ എനിക്ക് സമ്മാനം തരണമെന്ന് ബഹളമായിരുന്നു. ഞാൻ കുറച്ച് ലേറ്റ് ആയിരുന്നുള്ളൂ, പക്ഷെ എല്ലാത്തിലും കൂടി. ഓണത്തിനോടനുബന്ധിച്ച് ഒട്ടനവധി സംഘടന അങ്ങനെ നമ്മുടെ ഓണാഘോഷം കഴിഞ്ഞിരിക്കുന്നു. മാമൻ, ദിസ് ഈസ് മൈ അമ്മ വീട്. സോ ഗൈസ്, നമ്മുടെ ഓണപ്പരിപാടിയൊക്കെ കഴിഞ്ഞു. നമ്മൾ വീട്ടിലെത്തിയായിരുന്നു. കുറേ സമയമായി. ഞാൻ ഇപ്പോഴാണ് ഇതിൻ്റെ എൻ്റെ അടുത്തില്ലല്ലോ എന്ന് ഓർത്തത്. അപ്പം
ഞാൻ അങ്ങ് എടുക്കാൻ ഓർത്തു. ഇവിടെ നാളെ ഓണത്തിൻ്റെ ക്ലീനിങ് പരിപാടീസൊക്കെ നടക്കുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല, അമ്മയോടെ തൂക്കമൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പം ഈ ഉപ്പേരി കഴിച്ചു എന്ത് ചെയ്യണം അല്ല തിരുവ അപ്പം അത് പോയി കൂടിയൊക്കെ കൊടുക്കണം. അപ്പം അത്രേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഈ ഇവിടെ കണ്ട് വെയിലുണ്ടായിരുന്നു. ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ടാറ്റാ.